എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 113-ാം ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാലോ. അടുത്ത ദിവസം തന്നെ കിച്ചു ബാങ്കിൽ പോയി. കൃത്യമായി എത്ര തുക അടയ്ക്കാൻ ബാക്കിയുണ്ട് എന്നറിയണം. അത് അടയ്ക്കുന്നതിന് ഒരു പദ്ധതി തയ്യാറാക്കണം. ഇപ്പോൾ ഉള്ള അത്രയും തുക അടയ്ക്കുകയും വേണം. ഇതൊക്കെയായിരുന്നു അവൻ്റെ ലക്ഷ്യം. കൃത്യമായ കണക്ക് കിട്ടി. ചെറിയ തുകയൊന്നുമല്ല, ലക്ഷങ്ങളാണ് അടയ്ക്കാനുള്ളത്. കിച്ചു തൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പണം മുഴുവൻ ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോഴേക്കും നിലവിലുണ്ടായിരുന്ന ഓവർ ഡ്യൂ തീർന്നു കിട്ടി. ഇനിയിപ്പോൾ മാസം മാസം ശമ്പളത്തിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യുന്ന ഓട്ടോ പേ രീതിയിലേക്ക് ലോൺ പേയ്മെൻറ്റ് മാറ്റുന്നതിനെക്കുറിച്ച് ബാങ്ക് മാനേജരുമായി സംസാരിച്ചു. അയാൾക്കത് വളരെ ഇഷ്ടമായിരുന്നു. കാരണം ഒരു കാരണവശാലും ലോൺ തിരിച്ചടവ് മുടങ്ങുകയില്ല. ഒരു തലവേദനയുമില്ലാതെ കൃത്യമായി ലോൺ അടഞ്ഞു പോയിക്കോളും. റിക്കവറിയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. അടയ്ക്കുന്ന ആളിനെ സംബന്ധിച്ചും അത് എളുപ്പമാണ്. ശമ്പളത്തിൽ നിന്നും അങ്ങ് നേരിട്ട് പോകുന്നതുകൊണ്ട് ആദ്യം കുറച്ചു നാളത്തേക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും പിന്നീട് അതൊരു പ്രശ്നമല്ലാതാവും. കാലക്രമേണ ലോൺ തീർന്നു കിട്ടുകയും ചെയ്യും. നേരിട്ടടയ്ക്കുമ്പോൾ തോന്നാൻ സാധ്യതയുള്ള ഒരു തരം മനക്ലേശവും ഉണ്ടാകുകയും ഇല്ല. അങ്ങനെ മാസം മാസം ശമ്പളത്തിൽ നിന്നും ഒരു നിശ്ചിത തുക ലോൺ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആക്കാനുള്ള പേപ്പറുകളെല്ലാം കിച്ചു ഒപ്പിട്ട് കൊടുത്തു. മാസം 30,000 രൂപയിലധികം ശമ്പളത്തിൽ നിന്ന് പോകും. പിന്നെ ചെലവിന് കഴിഞ്ഞാൽ കാര്യമായി ഒന്നും ബാക്കിയുണ്ടാവില്ല. സാരമില്ല, എന്നാലും അതാണ് നല്ലത്. ഈ കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും കിച്ചു വിവരം അനുവിനോട് പറഞ്ഞില്ല. പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവളുടെ ശമ്പളം മുഴുവൻ കോൺവെൻറ്റിൽ കൊടുക്കുകയാണല്ലോ. അവളോട് പറയേണ്ട പ്രത്യേക കാര്യമൊന്നുമില്ല എന്നൊരു തോന്നലായിരുന്നു അന്നേരം. മാത്രവുമല്ല, ഇത് തൻ്റെ മാത്രം കാര്യമല്ലേ. പിന്നെ ഇപ്പോൾ അവളോട് പറയേണ്ട കാര്യമെന്താ ഉള്ളത്? അത്തരത്തിലാണ് അന്നേരം ചിന്തിച്ചത്. അതുകൊണ്ടാണ് ഈ കാര്യം അവളിൽ നിന്നും തൽക്കാലം മറച്ചു വച്ചത്. ഇതൊന്നുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുവിനോട് പറയാൻ മറന്നുപോയി എന്നതാണ്. ഇനി കാണുമ്പോഴെങ്കിലും അവളോട് വിവരം പറയണം. കാര്യമായ രഹസ്യങ്ങളൊന്നും തങ്ങൾക്കിടയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാതെ അവളോട് പറയാതെ അങ്ങനെ രഹസ്യമായി സൂക്ഷിക്കേണ്ട വിഷയവുമല്ലല്ലോ ഇത്. ആ ശനിയാഴ്ചയും അവർ തമ്മിൽ കണ്ടു. അന്ന് അല്പം നേരത്തെയാണ് കിച്ചു കോതമംഗലത്ത് എത്തിയത്. അനുവും നേരത്തെ തന്നെ ഇറങ്ങിയിരുന്നു. അതുകൊണ്ട് അവർ രണ്ടുപേരും കൂടി ചായ കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് കയറി. അവിടെ ഇരുന്നപ്പോൾ കിച്ചു അനുവിനോട് ഇക്കാര്യം പറഞ്ഞു. അവരാ കാരണവന്മാരോട് ചെയ്തത് വലിയ ചതിയായിപ്പോയല്ലോ. വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളോട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഏതായാലും നീ ചെയ്തത് നന്നായിടാ. അവരുടെ വിഷമത്തിൽ ഒപ്പം നിൽക്കുന്നത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അത് വേണമായിരുന്നോ എന്നെങ്ങാനും അവൾ ചോദിക്കുമോ എന്നായിരുന്നു കിച്ചുവിന് സംശയം. ഏതായാലും അതുണ്ടായില്ല. മാത്രവുമല്ല, ചെയ്തത് നന്നായി എന്നുകൂടിയാണ് അവൾ പറഞ്ഞത്. അതൊരു പ്രോത്സാഹനമാണ്, അഭിനന്ദനവുമാണ്. ലോൺ റീപേയ്മെൻറ്റിൻ്റെ വിശദാംശങ്ങൾ കിച്ചു അവളോട് പറഞ്ഞു. 20 വർഷത്തേക്ക് വേണ്ടിയാണ് ലോൺ എടുത്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പലിശയും ചേർത്ത് ഒരു വർഷത്തെ വാർഷിക തിരിച്ചടവ് ഏതാണ്ട് 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും. അത് മാസമായി കണക്കാക്കുമ്പോഴേക്കും 20,000 രൂപയിൽ താഴെ നിൽക്കും. അത്രയും അടച്ചാലും മതി. ബാങ്കിനും അത്രയും മാത്രമേ താൽപ്പര്യമുള്ളൂ. ഇപ്പോൾ കാര്യമായ ചെലവുകളൊന്നുമില്ലാത്തതുകൊണ്ട് മാസം 30,000 അതിൽ കൂടുതലോ വീതം അടയ്ക്കാം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ലോൺ അടച്ചു തീരും.
10 വർഷം തികച്ചും വേണ്ട. എത്രയും പെട്ടെന്ന് തീർന്നു കിട്ടുന്നോ അത്രയും നല്ലത്. പിന്നെ അപ്രതീക്ഷിതമായി എന്തെങ്കിലും അരിയറോ മറ്റോ കിട്ടുകയാണെങ്കിൽ അതുകൂടി ബാങ്കിലേക്ക് അടച്ചാൽ 10 വർഷത്തിന് മുമ്പ് തന്നെ നമുക്ക് ലോൺ അടച്ചു തീർക്കാം. അവൻ്റെ കണക്കുകൂട്ടലുകളും പദ്ധതികളുമെല്ലാം അനുവിനും വളരെ ഇഷ്ടപ്പെട്ടു. അവൾ അവനെ അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. നിന്നോട് അന്നത്തെ സംഭവത്തിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ എന്നതാ സ്ഥിതി? പുതിയ പ്രശ്നം വല്ലതുമുണ്ടോ? കോൺവെൻറ്റിലെ പ്രശ്നങ്ങളുടെ കാര്യമാണ് ചോദിച്ചത്. പിന്നീട് പൊട്ടലും ചീറ്റലും എന്തെങ്കിലും ഉണ്ടായോ? അതോ പ്രശ്നങ്ങൾ അവിടെ തീരുകയാണോ ചെയ്തത്? പ്രശ്നങ്ങൾ തീർന്നു എന്നൊന്നും വിചാരിക്കാൻ കഴിയില്ല. എന്നാലും ഇപ്പോൾ തൽക്കാലം കുറേ ദിവസമായി അതിനെപ്പറ്റി ഒന്നും പറഞ്ഞു കേൾക്കുന്നില്ല. ശരിക്കു പറഞ്ഞാൽ ഒരു ശനിയാഴ്ചയല്ലേ അവിടെ നിൽക്കുന്നുള്ളൂ. ഞായറാഴ്ച വൈകുന്നേരമാകുമ്പോഴേക്കും പോരാനുള്ള തിരക്കിലായിരിക്കും. അപ്പോൾ പിന്നെ വർത്തമാനം പറയാനൊന്നും വിളിക്കാറുമില്ല. സമയക്കുറവ് കൊണ്ട് ഞാനൊന്നിനും പോകാറുമില്ല. പഴയ പോലെ ഒരു താല്പര്യവും തോന്നുന്നില്ല. അവരുടെ സംസാര സദസ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന കാര്യം ഇപ്പോൾ അറിയില്ല എന്നതാണ് സത്യം. നേരത്തെ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ ചോർത്തി തന്നുകൊണ്ടിരുന്നത് അനുവിന് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞു സിസ്റ്റർ ആയിരുന്നു. കഴിഞ്ഞ വർഷം കുഞ്ഞു സിസ്റ്റർ ട്രാൻസ്ഫറായി പോയി. അത് വല്ലാത്ത നഷ്ടമായി പോയി. സ്നേഹയും കുഞ്ഞു സിസ്റ്ററും പോയതോടെ അനു അവിടെ ഒറ്റപ്പെട്ടു പോയി. അതോടെ സദസ്സിലെ വിവരങ്ങൾ അറിയാനുള്ള അവസാന മാർഗവും അടഞ്ഞുപോയി. പുതിയ ആളുകളെ കണ്ടുപിടിക്കാൻ ഇനി കഴിയുകയുമില്ല. അന്ന് കുഞ്ഞു സിസ്റ്ററെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ സമയവും അവിടെ ഉള്ളപ്പോഴാണ്. അന്നേരം പറ്റുമായിരുന്നല്ലോ. ഇപ്പോൾ പക്ഷേ ആഴ്ചയിലെ 2 ദിവസം ഒരു അതിഥിയെപ്പോലെ ചെന്ന് തിരിച്ചു പോരുന്നതല്ലേ. ഇനി അതിനൊന്നും സമയം കിട്ടില്ല. അധിക സമയം സംസാരിച്ചിരിക്കാൻ അവർക്ക് സാവകാശം കിട്ടിയില്ല. കാരണം നിരത്തും തട്ടിനുള്ള വണ്ടി സ്റ്റാൻഡിൽ പിടിച്ചത് അവർക്ക് റെസ്റ്റോറൻറ്റിൽ ഇരുന്നാൽ കാണാമായിരുന്നു. വണ്ടി വന്നു നിന്നതേ അവർ റെസ്റ്റോറൻറ്റിൽ നിന്നും എഴുന്നേറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. പിന്നെ ഒന്നും തന്നെ പരസ്പരം സംസാരിക്കാൻ കഴിഞ്ഞില്ല. അനു അന്ന് വൈകുന്നേരം കോൺവെൻറ്റിൽ വന്നപ്പോൾ സാധാരണ വരുന്നതിനേക്കാൾ 10 മിനിറ്റ് വൈകി. എന്നാലും പ്രാർത്ഥനയുടെ സമയത്തിന് മുൻപ് തന്നെ മഠത്തിലെത്തി. പ്രാർത്ഥനയും ഭക്ഷണവും കഴിഞ്ഞപ്പോൾ അനുവിനോട് മദറിന് എന്തോ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. എന്നതാണോ ആവോ. അതുകൊണ്ട് അനു പോകാതെ ഹാളിൽ തന്നെ ഇരുന്നു. മദറും 2-3 സീനിയർ സിസ്റ്റർമാരും കൂടി അങ്ങോട്ടേക്ക് വന്നു. അനുവിനൊരു കല്യാണക്കാര്യം അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അത് നീ ഒഴിവാക്കുകയാണ് ചെയ്തത്. അത് അവൻ്റെ കുറവ് കൊണ്ടല്ല എന്നെനിക്കറിയാം. എന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയും ആലോചിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളെ ഒരു കരയിൽ എത്തിക്കണമല്ലോ. അനു മറുപടിയായി ഒന്നും പറഞ്ഞില്ല. പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് അവിടെ തന്നെ നിന്നു. പോന്നോട്ടെ പോന്നോട്ടെ എന്ന മട്ടിൽ. നിന്റെ മനസ്സിലെ ആഗ്രഹം ഏതാണ്ട് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കതിന് പ്രത്യേകം വിരോധമൊന്നുമില്ല. ഞങ്ങൾ ഇക്കാര്യം അച്ഛനോടും ചോദിച്ചു. അപ്പോൾ അച്ഛനും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. സ്നേഹിച്ച മനസ്സുകളെ തമ്മിൽ ചേർക്കാൻ കഴിയുമെങ്കിൽ അതിൽ കൂടുതലായ പുണ്യപ്രവൃത്തി ഒന്നുമില്ല എന്നാണ് അച്ഛൻ പറഞ്ഞത്. അത് ഞങ്ങളങ്ങ് സ്വീകരിക്കുന്നു എന്ന് പ്രത്യേകം പറയേണ്ടല്ലോ. എന്നാലും ആലോചനകൾ വരുന്നത് നിന്നോട് പറയാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ടല്ലോ. ഇത് പറയാൻ വേണ്ടിയാണോ ഇത്രയേറെ ആളും പടയുമായി വന്നത്? താൻ വിചാരിച്ചു മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ പറയാനായിരിക്കുമെന്ന്. പകരമായി വേറെ ഏതെങ്കിലും ആലോചന അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ആയിരിക്കും എന്നായിരുന്നു ടെൻഷൻ. ഏതായാലും മതി, അതല്ലല്ലോ. പിന്നെ ആ താല്പര്യം താൽക്കാലികമാണെങ്കിൽ മറ്റൊരാലോചനയും കൂടി വന്നിട്ടുണ്ട്. അതും നിന്നെ അറിയുന്നതാണ്. അവനെ നിനക്കിഷ്ടമായിരുന്നോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പിന്നെ അവന് നിന്നെ ഇഷ്ടമായിരുന്നു എന്നറിയാം. അതേതാണ് പുതിയ ഒരു അവതാരം? തൻ്റെ കൂടെ പഠിച്ച് എത്രയോ ചെറുക്കന്മാരുണ്ട്. അവർക്കെല്ലാവർക്കും തന്നെ അറിയാം. തനിക്ക് അന്ന് അവരെയും അറിയാം. ഇന്ന് അവരിൽ ഭൂരിപക്ഷം പേരെയും മറന്നു പോയിരിക്കുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്ന് വിചാരിക്കും?
ഏതായാലും ഇത്രയും പറഞ്ഞു കൊണ്ടുവന്നതല്ലേ, ബാക്കി കൂടി അവർ തന്നെ പറയട്ടെ. അവൾ പിന്നെയും മിണ്ടാതെ തന്നെ നിന്നു. നേരത്തെ നമ്മുടെ പള്ളിയിലെ കപ്പ്യാരായിരുന്ന റെജിയുടെ കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. അന്ന് കപ്പ്യാരായിരുന്നു എന്നത് ശരി തന്നെ. എന്നാൽ പിന്നീട് അവൻ ഗൾഫിൽ പോയി നല്ല ജോലി ചെയ്ത് ഇഷ്ടം പോലെ പണവും സമ്പാദിച്ചു. എന്നിട്ട് വന്ന് സ്ഥലവും വലിയ വീടുമെല്ലാം വാങ്ങി ഇപ്പോൾ വളരെ നല്ല നിലയിലായിട്ടുണ്ട്. അവൻ ഇനി കുറച്ചു കാലം കൂടി മാത്രമേ ഗൾഫിലേക്ക് പോകാൻ പ്ലാനുള്ളൂ. നിനക്ക് താല്പര്യമാണെങ്കിൽ ഞങ്ങൾക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. നിങ്ങൾക്ക് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. ഫലമുള്ള വൃക്ഷത്തിനോടാണ് എപ്പോഴും താല്പര്യം കൂടുതൽ. അതും കൂടുതൽ ഫലമുള്ള വൃക്ഷത്തിനോട് കൂടുതൽ താല്പര്യം. റെജി നാട്ടിൽ വന്നപ്പോൾ കനത്തിൽ എന്തെങ്കിലും സംഭാവന കോൺവെൻറ്റിന് കൊടുത്തു കാണും. അതിൻ്റെ നന്ദി കാണിക്കാതിരിക്കാൻ പറ്റുമോ? വേറൊരു തരത്തിലും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവൻ്റെ ആഗ്രഹമറിഞ്ഞ് പ്രവർത്തിക്കുന്നത് തന്നെയാണ്. ഇത്ര നാളും അവനെക്കൊണ്ട് ഒരു ശല്യവുമില്ലായിരുന്നു. ഇനിയിപ്പോൾ ശല്യം ചെയ്യാനാണോ ആവോ അവൻ്റെ പദ്ധതി? റെജി നേരത്തെ തന്നെ എന്നോട് ഈ കാര്യം പറഞ്ഞതാണ്. ഞാനതിന് മറുപടിയും പറഞ്ഞിട്ടുള്ളതാണ്. ആ ചിന്താഗതിയിൽ എനിക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സമ്പത്തിനെ കൂടുതൽ സ്നേഹിക്കാൻ എനിക്കറിയില്ല. കൂടുതൽ എന്നല്ല, ഒട്ടും സ്നേഹിക്കാൻ എനിക്ക് അറിയില്ല. ജീവിക്കാൻ മാത്രം ഉള്ള സമ്പത്ത് വേണം. അതിൽ കൂടുതലായി ഒന്നും എനിക്ക് ആഗ്രഹമില്ല. ഒട്ട് വേണ്ടതാനും. അവൻ അല്പം നിർബന്ധബുദ്ധിക്കാരനാണ്. അവൻ ആശിച്ചത് നേടിയെടുക്കാൻ എന്തു മാർഗമാണെങ്കിലും അവൻ സ്വീകരിക്കും. അങ്ങനെയാണ് ഇവിടെ വന്നപ്പോൾ അവൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇവൾക്ക് അല്ലെങ്കിൽ കിച്ചുവിന് അത് ദോഷം ചെയ്യും. അത് വരാതിരിക്കാൻ കൂടിയാണ് ഞങ്ങളിത് പറയുന്നത് എന്ന കാര്യം മദറിൻ്റെ കൂടെ വന്ന സിസ്റ്റർമാർ എല്ലാവരും ചേർന്ന് അനുവിനെ പറഞ്ഞ് ബോധവൽക്കരിക്കാൻ ശ്രമിച്ചു. കുടം കമഴ്ത്തി വെച്ച് വെള്ളമൊഴിക്കുക എന്നൊക്കെ പറഞ്ഞതുപോലെയാണ് അനുവിനോട് ഇതൊക്കെ പറയുന്നത്. ഒരു കാര്യവുമില്ല. അവളുടെ മനസ്സിലേക്ക് യാതൊന്നും ചെല്ലുകയുമില്ല. അവൾ തൻ്റെ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തു. പിറ്റേന്ന് വിവരമറിഞ്ഞ റെജിക്ക് നല്ല കലിയാണ് വന്നത്. ആ ദേഷ്യത്തിൽ തന്നെ അവൻ പറഞ്ഞു, അവളെ ഞാൻ എൻ്റെ വരുതിക്ക് കൊണ്ടുവരും. എന്താ വേണ്ടത് എന്ന് എനിക്കറിയാം. മര്യാദയ്ക്ക് വേണ്ടത് ചെയ്യുമ്പോൾ അത് പറ്റില്ലെങ്കിൽ മര്യാദകേടായി ചെയ്യാനും എനിക്കറിയാം. സ്നേഹം പിടിച്ചു വാങ്ങാൻ കഴിയുന്നതല്ല എന്നൊക്കെ സിസ്റ്റർമാർ പറഞ്ഞെങ്കിലും അവൻ്റെ മനസ്സിലേക്ക് അതൊന്നും ചെന്ന് കയറിയില്ല. ആവശ്യത്തിന് പണമുണ്ടെങ്കിൽ ആരുടെയും സ്നേഹം പിടിച്ചു വാങ്ങാം എന്നാണ് ഇപ്പോഴത്തെ അവൻ്റെ പ്രമാണം. അതിനനുസരിച്ച് അവൻ അതിനുവേണ്ട നീക്കങ്ങൾ നടത്താൻ തീരുമാനമെടുക്കുകയാണ് ചെയ്തത്. അവൻ ഇനി എന്താണാവോ ചെയ്യാൻ പോകുന്നത്? കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറന്നേക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കുറേയുണ്ട്. അവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒരിക്കൽ കൂടി ഞാൻ എളിമയായി ഓർമ്മിപ്പിക്കുന്നു. അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നന്മ വരട്ടെ. ഓക്കേ.